രാജ്യത്ത് സാമ്പത്തിക ഭദ്രത തകർക്കുന്നവരെയും കള്ളപ്പണ പൂഴ്ത്തിവെപ്പുകാരെയും കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയുള്ള അന്വേഷണം തുടരുകയാണ്. അതിൻ്റെ തുടർച്ചയെന്നോണമാണ് ഇപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട താര രാജാക്കന്മാരുടെയും അനുബന്ധവരുടെയും സ്ഥാപനങ്ങളിലും വീടുകളിലുമായി അന്വേഷണങ്ങൾ പുരോഗമിക്കുന്നതിൻ്റെ വീഡിയോ ആണ് ഞങ്ങൾ ഇന്ന് പറയുന്നത്. ഫിലിം പ്രസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആകെ പുലിവാല് പിടിച്ചു എന്നാണ് പറയുന്നത്. ഇപ്പോൾ വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറഞ്ഞ പോലെ താരങ്ങളൊക്കെ പുലിവാല് പിടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ വേറൊന്നും കൊണ്ടൊന്നുമല്ല, അവർ ഒറിജിനൽ രൂപയല്ലേ വാങ്ങാറ്. രണ്ട് തരത്തിൽ, ബ്ലാക്ക് വൈറ്റ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ബ്ലാക്ക് ഇത്ര, വൈറ്റ് ഇത്ര, ഇതിൽ കണക്ക് പറഞ്ഞാണ് വാങ്ങാറ്. അത് ഇതുവരെ ആരും വലിയ ശ്രദ്ധയിലൊന്നും എടുക്കാറില്ല, വാങ്ങാതിരിക്കുക എന്നുള്ളത്. പക്ഷേ അതിൻ്റെ അന്വേഷണങ്ങൾ പല രീതിയിലും പല പ്രാവശ്യമായിട്ടും തുടർന്നുകൊണ്ടിരുന്നു എന്നുള്ളൊരു സത്യം തന്നെയാണ്. ചിലർ അതിനെതിരെ കണ്ണടയ്ക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് വെച്ചാൽ താരങ്ങളും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും അനുബന്ധ സുഹൃത്തുക്കളും ഒക്കെ ചേരിയായി നിന്നുകൊണ്ട് ചില പ്രശ്നങ്ങൾ സംസാരിച്ചിവിടെ. അവർ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ആൾക്കാർ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ: താരങ്ങൾ അമിതമായിട്ടുള്ള പ്രതിഫലം വാങ്ങാൻ പാടില്ല. അപ്പോൾ ചോദിക്കും, അമിതമായ പ്രതിഫലം എന്ന് പറഞ്ഞാൽ എത്ര കോടിയാണ്? ആ കോടി പറയൂ, 15 ആണോ 20 ആണോ 10 ആണോ 12 ആണോ? അത്രയാണോ വാങ്ങിയിരുന്നത്? ഇപ്പോൾ ചോദിക്കുന്നത് എത്രയാണ്? അങ്ങനെ പറയുമ്പോഴല്ലേ കൂടുതൽ ചോദിക്കുന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഇന്നേ വരെ പ്രൊഡ്യൂസർമാർ എന്തുകൊണ്ടാണ് അവർക്ക് കൊടുക്കുന്ന രൂപയുടെ യഥാർത്ഥ കണക്കുകൾ പറയാത്തത് എന്നുള്ള ചർച്ച നടക്കുന്നുണ്ട്. അണ്ടിയോ മൂത്തത് മാങ്ങയോ മൂത്തത് എന്ന് പറഞ്ഞ പോലെ ഇപ്പം എന്താ? താരങ്ങളെ ഉണ്ടാക്കിയത് ആരാ? പ്രൊഡ്യൂസർമാർ. കഷ്ടപ്പെട്ട് കാശും കടം വാങ്ങി പട്ടിണി കിടന്ന് എല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവരൊക്കെ വലുതായി വന്നപ്പോൾ അവർക്ക് മാർക്കറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ അവരെന്താ സ്വന്തം നിർമ്മാണം തുടങ്ങി, വിതരണം തുടങ്ങി, തിയേറ്റർ തുടങ്ങി, അങ്ങനെ ബിസിനസ്സിൻ്റെ പല മേഖലകളും തുടങ്ങി. അതൊക്കെ ബമ്പർ ഹിറ്റായി എന്ന് പറയുകയും ചെയ്തു. ബമ്പർ ഹിറ്റായി എന്ന് പറഞ്ഞാൽ എന്താ? പൊട്ടിപ്പൊളിഞ്ഞ സിനിമ പോലും 100 കോടി എത്താറായി എന്ന് പറഞ്ഞപ്പോൾ മറ്റൊന്ന് ചോദിച്ചപ്പോൾ സുരേഷ് കുമാർ അടക്കമുള്ള നിർമ്മാതാക്കൾ, അതിന് നേതാക്കന്മാർ, അവരിത്രേ പറഞ്ഞുള്ളൂ. ഇത് അറിഞ്ഞുകൊണ്ട് ഇവരുടെ സിനിമകളെല്ലാം ബമ്പർ ഹിറ്റാണ്, 50 കോടിയും 100 കോടിയും കവിഞ്ഞു എന്ന് പ്രചരണം കൊടുക്കുമ്പോൾ അത് വിശ്വസിച്ച് ഈ വലയിൽ വീഴുന്ന കുറേ പുതിയ നിർമ്മാതാക്കളുണ്ട്. അതിവിടെയുള്ള ആൾക്കാരൊന്നുമല്ല. അവരെ ചതിയിൽ വീഴ്ത്തരുത്. അതുകൊണ്ട് തന്നെ ഇവരൊരു കാര്യം തീരുമാനിച്ചു. യഥാർത്ഥ കളക്ഷൻ, ഒരു സിനിമയുടെ യഥാർത്ഥ കളക്ഷൻ ഇത്രയാണ് എന്ന് അവർ പുറത്തു വിട്ടത് വലിയ പ്രശ്നമായി. കാരണം 100 കോടിയിലേക്ക് പോകുന്ന ഈ സിനിമ 20 കോടി പോലും കിട്ടാത്ത അവസ്ഥയിൽ വന്ന് നിൽക്കുമ്പോഴാണ് ഇങ്ങനെ പറയുന്നത്. 20 കോടിയും കിട്ടിയിട്ടില്ല. അങ്ങനെ പൊളിഞ്ഞ ഒരു സിനിമയുടെ കാര്യം പറഞ്ഞു തുടങ്ങിയപ്പോൾ ചിലർക്കൊക്കെ ഹാലിളയി. കാരണം അവരെ കച്ചവടം പൊളിയല്ലേ. കാരണം ഇത്രയും ആവുമ്പോൾ എന്താ, വെറുതെ പറഞ്ഞല്ല കണക്കുകൾ. ഈ കണക്കുകൾ ഇത്ര കിട്ടി എന്ന് പറയുമ്പോൾ അത് കള്ളക്കണക്കുകളിൽ കള്ളപ്പണത്തിൻ്റെതായുള്ള വൈറ്റാക്കാനുള്ള സംവിധാനം ഇത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഇങ്ങനെ കുറേ സിനിമകൾ പരാജയപ്പെടുത്തിയും വിജയിച്ചും കള്ളപ്പണത്തിന് വൈറ്റായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇത് എല്ലാ രംഗത്തും ഉണ്ട് എന്ന് പറയപ്പെടുന്നെങ്കിലും സിനിമയിൽ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിർമ്മാതാക്കൾ പറഞ്ഞു, ഞാൻ ഇന്ന നടന് ഇത്ര കോടിയാണ് കൊടുത്തത്, അത് വൈറ്റായി കൊടുത്ത് ഇത്രയാണ്, ബ്ലാക്കായി കൊടുത്ത് ഇത്രയാണെന്ന് പറയണം. അത്രയേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പം പ്രശ്നങ്ങളായി എന്ന് പറഞ്ഞാൽ അത് പറയാൻ ഏൽപ്പിച്ച സുരേഷ് കുമാറിനെ കുരിശിലേറ്റി എന്ന് പറഞ്ഞാൽ വെറും കുരിശല്ല, നല്ല ആണി അടിച്ച കുരിശിലാണ് കയറ്റിയിരിക്കുന്നത്. ആലോചിക്കണം. അവിടെ കിടന്നുകൊണ്ട് സുരേഷ് കുമാർ പറഞ്ഞു, ഞാൻ എൻ്റെ അഭിപ്രായമല്ല പറഞ്ഞു, എന്നോട് പറയാൻ പറഞ്ഞ അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇനി പിന്നോട്ടില്ല. ഇപ്പം എന്താ വന്നിരിക്കുന്നത്? ഇവരെല്ലാം കള്ളത്തരങ്ങൾ കാണിക്കുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് പ്രചരണം വന്നു കഴിഞ്ഞു. സിനിമാക്കാർ, പ്രത്യേകിച്ച് കോടികൾ വാങ്ങുന്ന താരങ്ങളൊക്കെ കള്ളപ്പണം വെളുപ്പിക്കാൻ പോയിരിക്കുകയാണ്, യഥാർത്ഥ കണക്കുകൾ കാണിക്കുന്നില്ല എന്നൊരു പ്രചരണം ശക്തിപ്പെട്ടപ്പോൾ ഇടിക്ക് അടങ്ങിയിരിക്കാൻ പറ്റുമോ? അതിൻ്റെ
വിശദങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് എല്ലാവരെയും നോട്ടമിട്ട് കഴിഞ്ഞു. ഈ നോട്ടമിട്ടവരെ മുമ്പും പരിശോധിക്കാൻ പോയിട്ടുള്ളതാണെന്ന് ആലോചിക്കണം. അപ്പം വീടുകളിൽ മാത്രമല്ല, ഇവർക്ക് ഒരു വീടല്ലല്ലോ, ഇവർക്ക് പല വീടുകളുണ്ട്, പല സംസ്ഥാനങ്ങളിലായി വീടുകളുണ്ട്. ആ വീടുകൾ, പിന്നെ ബിസിനസ് കേന്ദ്രങ്ങൾ, ബിനാമി ഇടപാടുകൾ, ഇങ്ങനെ വേണ്ട അതെല്ലാം അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഇ ഡി എന്ന് ആലോചിക്കണം. ആ അന്വേഷണം പൂർത്തിയായിക്കൊണ്ട് എവിടെയൊക്കെ ആരുടെയൊക്കെ വീടുകളിലാണ് ഇതിൻ്റെ അന്വേഷണം നടത്തേണ്ടത്, റെയ്ഡ് ചെയ്യേണ്ടത് എന്നൊക്കെ ഒരു കണക്കുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അറിയാൻ കഴിഞ്ഞത്. അതുമാത്രമല്ല, തങ്ങൾ വാങ്ങുന്ന പ്രതിഫലം പ്രഖ്യാപിക്കുമ്പോൾ, തങ്ങളുടെ സിനിമകൾ തിയേറ്ററിൽ ഓടുമ്പോൾ മാസം മാസം അതിന് റിപ്പോർട്ട് കൊടുക്കുമ്പോൾ തങ്ങൾ ഇതുവരെ കളിച്ച കളിയൊക്കെ പാളിപ്പോകുന്നു. അഹങ്കാരത്തോടെ ഞാൻ സൂപ്പർ സ്റ്റാർ, മെഗാ സ്റ്റാർ, മറ്റേ സ്റ്റാർ എന്നൊക്കെ പറഞ്ഞവർക്കൊക്കെ ഇനി പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ എത്താൻ പോകുന്നു. കള്ളങ്ങൾ മാറട്ടെ, ജനങ്ങൾ അറിയട്ടെ. തിയേറ്ററിൽ ആളില്ലെങ്കിലും ഹൗസ്ഫുള്ളാണെന്ന് പറയുകയും അങ്ങനെ ഇത് കോടികൾ നേടിയെന്ന് പറയുകയും ചെയ്യുന്നൊരു സ്വഭാവമുണ്ട്. അതൊരു മാറ്റം വരണം. അതുമാത്രമല്ല, സ്വന്തം പടം നിർമ്മിക്കുന്നു, സ്വന്തം സിനിമാ നിർമ്മാണത്തിൻ്റെ പേരിൽ വിദേശ രാജ്യങ്ങൾ അടക്കമുള്ളൊരു പോസ്റ്റ് ഓപ്പറേഷൻ കൂട്ടിക്കൊണ്ട് കളിക്കുന്ന കളികളും ഇല്ലാതാക്കണം. ഇതിപ്പോൾ പല ഗ്രൂപ്പുകളായി തിരിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ ആരൊക്കെ ചേർന്ന് സുരേഷ് കുമാറിൻ്റെ കയ്യും കാലും പിടിച്ചാലും രക്ഷയില്ലാത്ത അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനിയൊരു സുരേഷ് കുമാർ മാത്രം വിചാരിച്ചാൽ ഈ ഇ ഡി അന്വേഷണത്തിന് പിൻവാങ്ങാൻ പറ്റില്ല. കാരണം വ്യത്യസ്ത ചിന്താഗതിക്കാരുണ്ട്, വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ട്. ഇപ്പോൾ സുരേഷ് കുമാറിനെ കാണുന്ന സുരേഷ് കുമാർ BJP-യുടെ വലിയ നേതാവാണ്, അതുകൊണ്ട് സ്വാധീനമുണ്ട്. മാത്രമല്ല, ജനൻ TV-യുടെ വൈസ് ചെയർമാനാണ്, ഇങ്ങനെ നിരവധി സ്ഥാനങ്ങൾ അലങ്കരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് പ്രസക്തിയുണ്ട് എന്നൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നത്. ആരുടെ വാക്കിന് പ്രസക്തി ഉണ്ടായാലും ഇല്ലെങ്കിലും ഇ ഡി അവരുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് പല കാര്യങ്ങളിലും വളരെ വ്യക്തമായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ 1, 2, 3, 4 എങ്ങനെ 10-15 പേരുടെയെങ്കിലും പ്രധാനപ്പെട്ട ആൾക്കാർ ലിസ്റ്റിലേക്ക് ഓരോരുത്തരും കടന്നു കൂടിയിട്ടുണ്ട്. അവരുടെ ആസ്തികൾ, കള്ളപ്പണത്തിൻ്റെ സോഴ്സുകൾ ഇതെല്ലാം ശേഖരിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് ഞങ്ങൾക്ക് ഏറ്റവും കിട്ടിക്കൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ. ഈ റിപ്പോർട്ടുകൾ വെച്ചുകൊണ്ട് തന്നെ താരരാജാക്കന്മാരുടെയും അവരുടെ അനുബന്ധ ശിഷ്യന്മാരുടെയും ഒക്കെ ബിനാമികളൊക്കെ ഉറക്കം നഷ്ടപ്പെട്ടു തുടങ്ങി. ഇതിൽ നിന്നും ഇനി എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും എന്ന ചിന്തയിലാണ് അവർ. അതിനാദ്യം വേണ്ടത് എന്താ? ഈ ഇപ്പോഴത്തെ സമര പരിപാടികളുമായി 2 പക്ഷവും 3 പക്ഷമായി ചേരി നിൽക്കുമ്പോൾ ആദ്യം ഒരു കോംപ്രമൈസ് ചെയ്യുക. കോംപ്രമൈസ് ചെയ്യുമ്പോൾ ഒരു കാര്യം തീരുമാനത്തിലെത്താം, എന്തായാലും ഞങ്ങൾക്ക് തരുന്ന പ്രതിഫലത്തിൻ്റെ തുക പ്രൊഡ്യൂസർ പ്രഖ്യാപിക്കാൻ പാടില്ല. അതുപോലെ തിയേറ്ററിൽ ഞങ്ങളുടെ സിനിമയുടെ കളക്ഷൻ മാസം മാസം പ്രഖ്യാപിക്കാൻ പാടില്ല. ഈ 2 കാര്യങ്ങളും നിർബന്ധിച്ച് ഇവരെ കൊണ്ട് പറയിപ്പിക്കണം എന്നുള്ള ധാരണ എത്തിക്കഴിഞ്ഞു. കാരണം ഇത് രണ്ടാണല്ലോ പ്രശ്നമായിത്തിരിക്കുന്നത്. അങ്ങനെ പ്രശ്നങ്ങളില്ലാതിരിക്കണതിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ 1-2 പേര് രഹസ്യമായി സുരേഷ് കുമാറിനെ കാണാനും വിളിക്കാനും ഒക്കെ ശ്രമിച്ചെങ്കിലും സുരേഷ് കുമാർ മുഖം കൊടുക്കുകയോ ചെവി കൊടുക്കുകയോ ഫോൺ എടുക്കുകയോ ചെയ്തിട്ടില്ല. വേറൊന്നും കൊണ്ടൊന്നുമല്ല, അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ നേരെ ചെയ്യുക. അവർ വരട്ടെ. ഇനി രഹസ്യമായിട്ടുള്ള സംഭാഷണങ്ങളില്ല, പരസ്യമായിട്ടുള്ള സംഭാഷണങ്ങളേ ഉള്ളൂ. കാരണം ഞങ്ങൾ പ്രഖ്യാപിച്ചത് പത്രസമ്മേളനം നടത്തിയിട്ടാണ്, അത് രഹസ്യമായിട്ടില്ല എന്ന പോലെ തന്നെ ഇവർ വരട്ടെ, ഒരുമിച്ചിരുന്ന് സംസാരിക്കാം. അങ്ങനെ സംസാരിച്ചാലും ഇ ഡിയുടെ കാര്യം ചെയ്യും. അതേപോലെ തന്നെ നിർമ്മാതാവ് ഒരു ആർട്ടിസ്റ്റ് കൊടുക്കുന്ന തുക എത്രയാണെങ്കിൽ അത് എഴുതും. തിയേറ്ററിലെ മാസം റിപ്പോർട്ടുകൾ സമർപ്പിക്കുകയും ചെയ്യും. അതിലൊരു മാറ്റമില്ല എന്ന നിലപാടിൽ തന്നെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോഴും രഹസ്യമായി ഒരു സൂപ്പർ സ്റ്റാർ സുരേഷ് കുമാറിനെ കണ്ട് ദയവ് ചെയ്ത് എന്നെ നിങ്ങളുടെ ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കണമെന്ന് പറഞ്ഞ് സമീപിച്ചതായിട്ടാണ് ഏറ്റവും ഒടുവിൽ അറിയാൻ കഴിഞ്ഞത്.